സഹോദരങ്ങളെ, ജീവിതത്തിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് പോലത്തെ ഒരവസ്ഥ നിങ്ങളുടെ ജീവിതത്തിലുണ്ടോ? ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ ഒരു കാര്യം തുടങ്ങി വെച്ചിട്ട് നിങ്ങൾക്കത് മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയുന്നില്ല. ഇപ്പം ചിലപ്പോഴൊരു പ്രോസസ്സിങ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു, വളരെ നല്ല രീതിയിൽ തുടങ്ങിയതാണ് വിദേശത്തോട്ട് പോകുവാൻ, എന്നാൽ അത് സ്റ്റക്കായി നിൽക്കുന്ന പോലത്തെ ഒരവസ്ഥ. അതുമല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, നല്ല രീതിയിൽ അത് തുടങ്ങി, എന്നാൽ കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അത് മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ വണ്ണം കുറേ തടസ്സങ്ങൾ അതിനകത്ത് ഇങ്ങനെ നിൽക്കുന്നു. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നിങ്ങൾക്കിപ്പം ഒരുപാട് പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടായിരിക്കും. പല കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് നിങ്ങളുടെ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നു, വ്യഥകളിലൂടെ കടന്നു പോവുകയാണ്. നിശ്ചയമായും അങ്ങനത്തെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഇവിടെ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുവാണെങ്കിൽ പ്രാർത്ഥിക്കാൻ കേട്ടോ. പക്ഷെ നമുക്ക് ചെയ്യുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, അതിനെക്കുറിച്ചാണ് ഞാനിന്ന് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം. നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുക, അതിനുവേണ്ടി ഉറപ്പായിട്ടും പ്രാർത്ഥിക്കുന്നതായിരിക്കും. എന്നാൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യം, പലപ്പോഴും ഇപ്പോൾ ഒരു പ്രോസസ്സിങ് തുടങ്ങിയിട്ട് നിങ്ങൾക്ക് അതുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, ബിസിനസ്സുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, പഠിത്തവുമായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സമയത്ത് നമ്മൾ ആ ഒരു വിഷയത്തിനകത്ത് ദൈവം ഇടപെടുന്നതിന് വേണ്ടി നമ്മൾ ഒരുപാട് ആൾക്കാരോട് നമ്മൾ പ്രാർത്ഥന റിക്വസ്റ്റുകൾ ചോദിക്കാറുണ്ട് അല്ലേ? ആ ഒരു വിഷയമാണ് നമ്മുടെ മുൻപിൽ ഇപ്പോൾ വലിയൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. ചിലപ്പോൾ ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇത്തരത്തിലൊരു വിഷയം പ്രശ്നമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അപ്പം നമ്മൾ ആ വിഷയത്തിലേക്ക് നോക്കുമ്പോൾ ദൈവമേ എന്തുകൊണ്ട് അത് റെഡിയാകാത്ത, എന്തുകൊണ്ട് ഞാനിങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്, എന്തുകൊണ്ട് ആ ഒരു പേപ്പർ മൂവ് ആകാത്ത, അല്ലെങ്കിൽ എന്താ അതിലാണ് നമ്മളിങ്ങനെ കുടുങ്ങിക്കിടക്കുന്നത്. അത് കുടുങ്ങിക്കിടക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ എപ്പോഴും ചോദിച്ചില്ല, ദൈവം എന്തിനാ ആ ഒരു വിഷയത്തിനകത്ത് പ്രവർത്തിക്കാത്തത്? ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിപരമായ ജീവിതത്തിലെ ഒരു വിഷയത്തിനകത്തായിരിക്കും, തലമുറയുടെ ഒരു വിഷയത്തിനകത്തായിരിക്കും, ജോലി സംബന്ധമായ ഒരു കാര്യത്തിനകത്തായിരിക്കും. അത് നടക്കാതിരിക്കുമ്പോൾ നമ്മുടെ മനസ്സെപ്പോഴും അതിനകത്ത് കുടുങ്ങിക്കിടക്കും അല്ലേ? അതിനകത്ത് കുടുങ്ങിക്കിടക്കുമ്പോൾ അവിടെ പിന്നെ നമ്മളൊരു ബോക്സിനകത്ത് ഇങ്ങനെ കിടക്കുന്ന പോലത്തെ ഫീലാണ്. നമ്മൾ ഒരുപാട് പേരോട് പ്രാർത്ഥന റിക്വസ്റ്റുകൾ ചോദിക്കുന്നു, ഈ ഒരു വിഷയത്തിൽ നിന്ന് പുറത്തു വരാൻ വേണ്ടി ധ്യാനം കൂടുന്നു, പല കാര്യങ്ങൾ ചെയ്യുന്നു. എന്നാൽ ഇന്ന് ഈശോ നൽകുന്ന ഒരു സന്ദേശം, ഈശോയ്ക്ക് അസാധ്യമായതൊന്നുമില്ല. ഏത് അവസ്ഥകളിൽ നിന്നും ദൈവത്തിന് നമ്മളെ പുറത്തു കൊണ്ടുവരുവാൻ സാധിക്കും. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ഒന്ന് പറഞ്ഞേ, എൻ്റെ ഈശോയ്ക്ക്, എൻ്റെ കർത്താവിന് അസാധ്യമായതൊന്നുമില്ല. എന്തൊക്കെ തടസ്സങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് സാധ്യമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ഈശോ എനിക്ക് ഒരിക്കലും മനസ്സിലാക്കി തന്ന ഒരു കാര്യം, ഞാനിങ്ങനെ ഒരു കാര്യത്തിനകത്ത് ഇങ്ങനെ കുടുങ്ങിക്കിടക്കും, അതിൽ നിന്ന് പുറത്തു വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥനാ വിഷയത്തിൽ ഉത്തരം ലഭിക്കാതിരിക്കുന്ന സമയത്ത് കണ്ണുനീരോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈശോ എൻ്റെ ഉള്ളിൽ എന്നോടൊരു കാര്യം ആവശ്യപ്പെടാൻ, എന്നോടൊരു കാര്യം കർത്താവ് ആവശ്യപ്പെട്ടു. കർത്താവിനോട് പറഞ്ഞു, നീ ഒരു ബുക്ക് എടുക്ക്. അപ്പം ഞാനൊരു ബുക്ക് എടുത്തിട്ട് എന്നോട് ഈശോ പറയുകയാണ്, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ പറയുക, ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നീ ഈ ബുക്കിലൊന്ന് എഴുതുക. ഇപ്പം നമുക്കൊരു പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ മുൻപിലുണ്ട്, നിങ്ങളുടെ മനസ്സിനെ വളരെയധികം ഭാരപ്പെടുത്തുന്ന ഒരു ഇഷ്യൂ നിങ്ങളുടെ മുൻപിൽ കാണും. എന്നാൽ ഈശോ അന്ന് എന്നോട് ആവശ്യപ്പെടുകയാണ്, നീ അതിനെക്കുറിച്ച് ഓർത്ത് പറയേണ്ട, നിന്റെ ജീവിതത്തിൽ ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തന്ന കാര്യങ്ങൾ. അപ്പോഴാണ് നമ്മൾ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നത്. ഏത് നമ്മുടെ ലൈഫിൽ നേരത്തെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ടല്ലോ. ചെറിയ കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ നമുക്ക് സന്തോഷത്തോടെ വീട്ടിലൊരു ഈവനിങ് ആയിരിക്കുവാൻ സാധിച്ചത്, കുടുംബത്തോടൊപ്പം നമ്മൾ ഒരു സ്ഥലത്ത് പോയത്, ഒരു സ്ഥലം കാണാൻ പോയത്, വിസിറ്റ് ചെയ്യാൻ പോയത്, അല്ലെങ്കിൽ ലൈഫിൽ ദൈവം ഇടപെട്ട എത്രയോ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ചെറുപ്പം മുതൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ചെറുതും വലുതുമായ അത്ഭുതകരമായ കാര്യങ്ങളുണ്ട്. രോഗസൗഖ്യങ്ങളും അത്ഭുതങ്ങളും മാത്രമല്ല, ചെറുതും വലുതുമായ നിരവധി കാര്യങ്ങൾ, പരീക്ഷ വിജയിച്ച കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതാൻ തുടങ്ങി. ഇതൊരു ബുക്ക് എടുത്തിട്ട് ഞാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഓർത്ത് ഇങ്ങനെ എഴുതാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ നമ്മൾ കോളേജിലെ കാര്യങ്ങൾ, സ്കൂളിലെ കാര്യങ്ങൾ, കുടുംബജീവിതത്തിലെ കാര്യങ്ങൾ, വർക്ക് പ്ലേസിലെ കാര്യങ്ങൾ, ഇതങ്ങ് എഴുതാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും പേപ്പറുകൾ ഇങ്ങനെ ബുക്കിൽ ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുക, തീരുന്നില്ല. കാരണം നമ്മൾ പലപ്പോഴും നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിൽ ദൈവം ചെയ്ത കാര്യങ്ങളെ നമ്മളങ്ങ് മറന്നുപോകും. എന്നിട്ട് ഈശോ എന്നോട് രണ്ടാമതൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, എടാ, നിന്റെ കയ്യിൽ നിനക്കിപ്പോൾ എന്താ ഉള്ളത് അത് നീ ഈ ബുക്കിൽ തന്നെ അടുത്ത പേജുകൾ നീ അതൊന്ന് എഴുതിക്കുക. അപ്പം ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ ഞാൻ ഒരു സ്ഥലത്ത് എഴുതി, എന്നിട്ട് ഇപ്പോൾ ദൈവം തന്നിട്ടുള്ളത് എന്താണെന്നുള്ളത് എഴുതാൻ പറഞ്ഞു. എന്നിട്ട് കർത്താവിനോട് ആവശ്യപ്പെടുകയാണ്, നീ അത് എൻ്റെ കരങ്ങളിലോട്ട് തന്നിട്ട് നീ എന്നെ ഒന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് സ്തുതിച്ചേ. ഞാൻ നിനക്കിതൊക്കെ തന്നില്ലേ, നീ ഒന്ന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഒന്ന് സ്തുതിച്ചേ. പലപ്പോഴും നമുക്കില്ലാത്തത് എന്താണോ
അതിലേക്കാണ് നമ്മൾ നോക്കുന്നത്. നമ്മുടെ മനസ്സിനെ പിശാച് കുടുക്കിയിടുന്ന എവിടെയാ? നമുക്കില്ലാത്ത സംഭവത്തെ അവനങ്ങ് പെരുപ്പിച്ച് കാണിച്ചിട്ട് ദൈവം തന്നതിന് ഒരു വിലയും തരാൻ നമ്മളെ ദൈവം ആ പിശാച് നമ്മുടെ മനസ്സിനെ അനുവദിക്കാതിരിക്കും. അവിടെയാണ് നമ്മൾ ഈ ഒരു സ്റ്റക്കാകുന്നത്. അപ്പം നമ്മൾ പലപ്പോഴും നമ്മുടെ ആ ഒരു വിഷയത്തെ നമ്മൾ ഫോക്കസ് ചെയ്യുകയാണ്. എന്നാൽ അതിൽ നിന്ന് കണ്ണുകളെടുത്ത് നമ്മളെ ഇത്രയും നാളും വഴി നടത്തിയ ദൈവത്തെയും നമുക്ക് ദൈവം തന്നിട്ടുള്ളതിനുമായിട്ട് നന്ദി പറയാൻ തുടങ്ങുന്ന നിമിഷം അവിടെ ദൈവത്തിൻ്റെ ശക്തി വ്യാപരിക്കുകയാണ്. കർത്താവ് അതിനോടനുബന്ധമായി യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈശോ ചെയ്യുന്നൊരു അത്ഭുതത്തെ കർത്താവ് അന്ന് വചനത്തിലൂടെ കർത്താവിനോട് സംസാരിച്ചു. യേശു തിബരിയാസ് എന്നുകൂടി വിളിക്കപ്പെടുന്ന ഗലീല കടലിന്റെ മറുകരയിലേക്ക് പോയി. വലിയൊരു ജനക്കൂട്ടം അവനെ അനുഗമിച്ചു. കാരണം രോഗികളിൽ അവൻ പ്രവർത്തിച്ച അടയാളങ്ങൾ അവർ കണ്ടിരുന്നു. യേശു മലയിലേക്ക് കയറി ശിഷ്യന്മാരോടുകൂടി അവിടെ ഇരുന്നു. യഹൂദരുടെ പെസഹ തിരുനാൾ അടുത്തിരുന്നു. യേശു കണ്ണുകൾ ഉയർത്തി ഒരു വലിയ ജനതതി തന്റെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അവൻ പീലിപ്പോസിനോട് ചോദിച്ചു, ഇവർക്ക് ഭക്ഷിക്കുവാൻ നാം എവിടെ നിന്ന് അപ്പം വാങ്ങും? എവിടെ നിന്ന് പീലിപ്പോസെ ഇവർക്ക് വേണ്ടി നമ്മൾ അപ്പം വാങ്ങും? അവിടെ ഒരു വലിയ പ്രശ്നം വന്ന് നിൽക്കുകയാണ്. അവനെ പരീക്ഷിക്കാനാണ് യേശു ഇങ്ങനെ ചോദിച്ചത്. എന്ത് ചെയ്യണമെന്ന് യേശു നേരത്തെ മനസ്സിൽ കരുതിയിരുന്നു. പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. പീലിപ്പോസ് ഒരു ഫാക്റ്റിലേക്ക് വരികയാണ്. പലപ്പോഴും നമ്മളും നമ്മുടെ ഇന്ന് മുമ്പിൽ നിൽക്കുന്ന ആ പ്രതിസന്ധിയെ നോക്കിയിട്ട് നമ്മളും ചില ഫാക്റ്റുകൾ പറയും. ഇത് നടക്കാൻ പോകുന്നില്ല, ഈ അവസ്ഥ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യും, ഇത് സ്റ്റക്കാണ്, ഇതിനൊരിക്കലും ഒരു പോസിബിലിറ്റി ഇല്ല, ഞാൻ എങ്ങനെ ഇതിന് പുറത്തു വരാൻ വേണ്ടിയാണ്, ഇത് എനിക്ക് നടക്കാൻ പോകുന്ന സംഭവം അല്ല എന്ന് പറഞ്ഞ് നമ്മൾ തന്നെ ഫാക്റ്റിനെ അങ്ങ് ഉയർത്തിക്കാട്ടും. ചിലപ്പോൾ ഒരു മെഡിക്കൽ റിപ്പോർട്ടായിരിക്കും, അതെടുത്ത് അത് ഫാക്റ്റിനെ നമ്മളങ്ങ് ഉയർത്തിക്കാട്ടുവാണ്. എന്നാൽ ഈ ഫാക്റ്റിനുള്ളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരുന്നത് എപ്രകാരമാണെന്നാണ് നമ്മൾ ഈ ദൈവവചനം വായിക്കുമ്പോൾ ഈ ഒരു വേദഭാഗത്തിൽ നമ്മൾ കാണുവാനിടയായിത്തീരുന്നത്. അവിടെ പീലിപ്പോസ് മറുപടി പറഞ്ഞു, ഓരോരുത്തർക്കും അല്പം വീതം കൊടുക്കുവാൻ 200 ധനാറയ്ക്കുള്ള അപ്പം പോലും തികയുകയില്ല. ശിഷ്യന്മാരിൽ ഒരുവനും ശിമയോൻ പത്രോസിന്റെ സഹോദരനുമായ അന്ത്രയോസ് അവനോട് പറഞ്ഞു, 5 ബാർലി അപ്പവും 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. അവിടെ ഉണ്ട് എന്ന് അവിടെ പറയുന്ന ഒരേ ഒരു കാര്യം എന്താ? 5 ബാർലി അപ്പവും 2 മീനുമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. 5 ബാർലിയപ്പോൾ 2 മീനും കൈവശമുള്ള ഒരു കുട്ടി ഇവിടെയുണ്ട്. ഇവിടെ ഉള്ളത് ഇതാണെന്ന് അവിടെ പറയുന്നത് ഈ ഒരു കാര്യം മാത്രം. ബാക്കി മുഴുവൻ പറയുന്നത് നടക്കത്തില്ല, ഇമ്പോസിബിൾ ആണ്, പ്രശ്നങ്ങളാണ്, എങ്ങനെ നടക്കും, മുഴുവൻ അതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവിടെ ഒരാൾ പറയാണ്, ഇവിടെ സംഭവം ഇത്ര, ഇവിടെ 5 ബാർലിയപ്പോൾ 2 മീനും ഉണ്ട്. പറഞ്ഞേ, ഉണ്ട്. പലപ്പോഴും നമ്മൾ ഇല്ലാത്തതിനെ അങ്ങ് പെരുത്തിക്കാണ്. ദൈവത്തിന്റെ സന്നിധിയിലാണ് നമ്മൾ പറയും, കർത്താവ് എനിക്കിതില്ല, മറ്റുള്ളവർക്ക് ഇതുകൊണ്ട് എനിക്കില്ല, ഇല്ല, ഇത് തന്നെ പറയുന്നത്. ഈശോ പറഞ്ഞു, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതും കൂടെ എടുക്കപ്പെടും, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. ഉണ്ട് എന്ന് പറയുന്നവന് കൂടുതൽ നൽകപ്പെടും. ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞേക്കുന്ന ഒരേ ഒരു കാര്യം എന്താ? 5 ബാർലിയപ്പോൾ 2 മീനും. യേശു പറഞ്ഞു, 5 ബാർലിയപ്പോൾ 2 മീനും കൈവശമുള്ളൊരു കുട്ടി ഇവിടെയുണ്ട്. എന്നാൽ ഇത്രയും പേർക്ക് അതെന്തുണ്ട്? അവിടെ ഇല്ല എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്ക് വരികയാണ്. ഇത് മനുഷ്യന്റെ മൈൻഡിന്റെ ഒരു സംഭവത്തെയാണ് കർത്താവ് ഇവിടെ പൊളിക്കുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ മൈൻഡും പലപ്പോഴും ഈ ഒരു ഇടുക്കത്തിനകത്തോട്ട് പോകുവാൻ സാധ്യതയുണ്ട്. യേശു പറഞ്ഞ ആളുകളെ എല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. ഈശോ എന്നാ ചെയ്ത്? അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ ആ 5 അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. ഉണ്ട് എന്ന് പറഞ്ഞ 5 അപ്പം എടുത്ത് കർത്താവ് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. ഹല്ലേലൂയ. കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. നന്ദി പറയുകയാണ്. ഇന്ന് ഈശോ നമ്മളോട് ആവശ്യപ്പെടുന്ന ഇതാണ്. പലപ്പോഴും നമുക്ക് ഇല്ലാത്തൊരു കാര്യം, ചിലപ്പോൾ നിങ്ങൾക്ക് അടുത്ത ദിവസം ഒരു ഫിനാൻഷ്യൽ വലിയൊരു എമൗണ്ട് പേ ചെയ്യണമായിരിക്കും. നിങ്ങളുടെ മുൻപിൽ അത് വലിയ ഭീകരമായ ഒരു ഇഷ്യൂ ആണ്. ആ ഭീകരമായ ഇഷ്യൂ അവിടെ നിൽക്കുമ്പോൾ അതിനെയും ദൈവവുമായിട്ട് അളന്നിട്ട് ദൈവം എന്താ ആവശ്യത്തിൽ പ്രവർത്തിക്കാതെ ഇതെന്താ ഡിലേ വരുന്നത് എന്നോർത്ത് സ്റ്റക്കായി നിൽക്കാതെ നമുക്കുള്ളതിന് നിങ്ങൾക്ക് എന്താ ഉള്ളത്? നമ്മൾ ബൈബിളിൽ കർത്താവ് കൈകൾ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. കൈകൾ കൊണ്ട് ചെയ്യുന്ന അത്ഭുതങ്ങൾ. ആ കൈകൾ, ഇവിടെ ഈശോ കൈകളിൽ എന്താ ഉള്ളത്? 5 അപ്പവും 2 മീനും കൈകളിൽ ഒതുങ്ങുന്ന ആ കൈകൾ കൊണ്ട് കർത്താവ് ചെയ്യും. ഇന്ന് കർത്താവ് നിങ്ങളോട് നിങ്ങളുടെ കയ്യിൽ എന്നാ ഉള്ളത്? നിങ്ങൾക്ക് ഉള്ളതിനായി കർത്താവിനൊന്ന് നന്ദി പറഞ്ഞു. നിങ്ങളുടെ ജീവിത പങ്കാളിക്കായി, മക്കൾക്കായി, പേരൻസിനായി, ബ്രദേഴ്സിനായി നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളത്, വസ്ത്രം തന്നു,
നിങ്ങൾക്ക് എന്താണോ ഉള്ളത്, വാഹനം ഉണ്ടെങ്കിൽ വാഹനം, ഇല്ലാത്തതിനെ ഒക്കെ ഓർത്ത് വിഷമിക്കണ്ട. നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതിനെ മാത്രം നിങ്ങളൊന്ന് എഴുതി വെച്ചേ. അതുപോലെ തന്നെ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടിട്ടുള്ള കാര്യത്തെ തന്നെ ഒന്ന് ഒരു ബുക്കിലോട്ടൊന്ന് എഴുതി വെച്ചേ. എന്നിട്ട് ദൈവത്തിനൊന്ന് നന്ദി പറയുക. അല്ലെങ്കിൽ ദൈവം നിങ്ങളുടെ ലൈഫിൽ പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങൾ ഫോൺ വിളിച്ച് നിങ്ങൾക്കറിയാവുന്ന വിഷമത്തിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയോട് നിങ്ങളൊന്ന് പങ്കുവെച്ച് നോക്കിക്കേ. ഒന്ന് ചെയ്യാവോ? നിങ്ങളുടെ ഈ നിങ്ങൾ ഇന്ന് ഒരു വിഷയത്തിന് വേണ്ടി ഭാരപ്പെടുകയാണ്. ആ വിഷയത്തിൽ ദൈവം ഇടപെടുന്നതിന് വേണ്ടി, അതിനുവേണ്ടി നിങ്ങൾ 100 പേരെ വിളിക്കുകയാണ്, 100 പേരുടെ പുറകെ നടക്കുകയാണ്, ഒരു അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട്. വൈദികരുടെ പുറകെ നടക്കുന്നു, സന്യസ്തരുടെ പുറകെ നടക്കുന്നു, വചനപ്രഭാഷകരുടെ പുറകെ നടക്കുന്നു. മനസ്സ് കട്ടിപിടിക്കുക, ആരുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ എനിക്ക് വിടുതൽ കിട്ടും. ഇതാണ് മനസ്സിൽ നിൽക്കുന്ന കാര്യം. പക്ഷെ ഈശോ പറയുകയാണ്, നിങ്ങൾ അതിൽ നിന്ന് കണ്ണുകൾ എടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് തന്നതിലേക്ക് നിങ്ങൾ നോക്കുക. അതിനായി നിങ്ങൾ നന്ദി പറയുക. ഫസ്റ്റ് സ്റ്റെപ്പ്. രണ്ടാമത് നിങ്ങൾ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഓൾറെഡി ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ വിഷമത്തിലൂടെ പോകുന്ന 2-3 പേരോട് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക. ആ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന്റെ മഹത്വം കടന്നു വരുവാൻ ഇടയായി തീരും. കർത്താവ് തന്നെ നേരിട്ടിറങ്ങി വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. അപ്പം നമ്മൾ ഇത് കാണുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥ മാനസാന്തരം ഉണ്ടാകുന്നത്. ഇല്ലെങ്കിൽ നമ്മളെപ്പോഴും ഏതെങ്കിലും മനുഷ്യരുടെ പുറകെ നടന്നുകൊണ്ടിരിക്കും. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം വലിയ കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ദൈവത്തിന് നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി വലുതാണ്. നിങ്ങളുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ജെറമ്യാ 29:11. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, അത് നിങ്ങളുടെ നാശത്തിനല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. ഇപ്പം നിങ്ങൾക്കൊരു സ്വാഭാവികമായൊരു ചോദ്യം പലരുടെ ഉള്ളിലും ഉണ്ടാകാനിടയുണ്ട്. ഞാൻ ആരുടെ അടുത്ത് പോയ ബ്രദർ ഇതൊക്കെ പറയേണ്ടത്? നിങ്ങൾ ഈശോയോട് ഇന്ന് ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഈശോ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു കഴിഞ്ഞ കാര്യങ്ങൾ പറയുവാൻ നിങ്ങളുടെ അരികിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങളുടെ ജോലി സ്ഥലത്ത് ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ബിസിനസ് ചെയ്യുന്ന സ്ഥലത്ത് ആൾക്കാരെ കൊണ്ടുവരും. 100 കണക്കിന് ആൾക്കാരെ നിങ്ങളുടെ അരികിലേക്ക് കർത്താവ് കൊണ്ടുവരും. ഉറപ്പായിട്ടും കൊണ്ടുവരും. ജോലി സ്ഥലത്ത് കൊണ്ടുവരും. നിങ്ങൾ ചിലപ്പോൾ ഒരു നേഴ്സായിട്ട് മിഡിൽ ഈസ്റ്റ് വർക്ക് വരും. നിങ്ങൾക്കത് പറയാൻ ദൈവം നിങ്ങളുടെ അരികിലേക്ക് ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങൾ ചിലപ്പോൾ അമേരിക്കയിലായിരിക്കും, നിങ്ങൾ നാട്ടിലൊരു ബിസിനസ് ചെയ്യുമായിരിക്കും. എവിടെ നിങ്ങളുടെ അരികിലേക്ക് കർത്താവ് ആൾക്കാരെ കൊണ്ടുവരും. നിങ്ങൾ അവരോട് പറഞ്ഞാൽ മതി, എൻ്റെ ജീവിതത്തിൽ ഈശോ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ ചെയ്തിട്ടുണ്ട്. അത് പറയുമ്പോൾ തന്നെ നിങ്ങൾ വലിയൊരു അഭിഷേകം നിറയപ്പെടും. എന്നിട്ട് വീട്ടിൽ വന്നിട്ട് കർത്താവ് നിങ്ങൾക്ക് തന്നതിനായിട്ട് നന്ദി പറഞ്ഞെന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ വിഷയങ്ങളിലേക്ക് നടക്കുകയാണ്. പിന്നെ നമ്മുടെ പ്രശ്നങ്ങൾ എന്നുള്ളത് ദൈവത്തിൻ്റെ പ്രശ്നങ്ങൾ. ദൈവമാണ് അതിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാരണം നിങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ ഉത്തരവാദിത്വം ദൈവം ഏറ്റെടുക്കുകയാണ്. അപ്പം ഇന്ന് നിങ്ങളുടെ മുൻപിലിരിക്കുന്ന പ്രശ്നത്തെ ദൈവമാക്കാതെ കർത്താവിൻ്റെ ആ ഒരു അപരിമേയമായ ശക്തിക്ക് കീഴിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിക്കുക. ഇവിടെ നമ്മൾ കാണുന്നത് എന്താ? 5 ബാർലിയപ്പോ 2 മീനും കൈവശമുള്ളൊരു കുട്ടി ഇവിടെ ഉണ്ട് എന്ന് പറയുന്ന ഒരൊറ്റ കാര്യം അത് മാത്രമാണ്. ഇതേ ഉള്ളൂ ഇവിടെ. 5 ബാർലിയപ്പോ 2 മീനും. കർത്താവ് എന്നെ യേശു പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിന് ഇരുത്തുവിന്. അത് മതി അത്ഭുതത്തിന്. ഉണ്ടെന്ന് പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, അത് മതി അത്ഭുതത്തിന്. നമ്മൾ എപ്പോൾ ഉണ്ട്, എനിക്ക് ദൈവമേ നന്ദി, കാഴ്ച തന്നതിന് നന്ദി, എനിക്ക് ശ്വസിക്കുവാൻ നീ ഈ ഒരു എൻ്റെ ആ ഒരു ഹീലിംഗ് പ്രൊസീജിയർ അല്ല. നമ്മൾ പലപ്പോഴും നമുക്കുള്ളതിനായിട്ടൊന്നും നന്ദി പറയാറല്ലേ. നമുക്ക് ശ്വാസം എടുക്കാൻ സാധിക്കുന്നു, അതിനായി നന്ദി എന്ന് പറഞ്ഞ്. നമുക്ക് കാഴ്ചയുണ്ട്, നന്ദി പറഞ്ഞ്. കേൾക്കാൻ പറ്റുന്നു, നന്ദി പറഞ്ഞ്. സംസാരിക്കാൻ പറ്റുന്നു, നന്ദി പറഞ്ഞ്. കൈയും കാലും ഉണ്ട്, നന്ദി പറഞ്ഞ്. എന്തെല്ലാം കാര്യത്തിന് നന്ദി പറയാൻ പറ്റും? നന്ദി പറഞ്ഞു നോക്കി. അപ്പോഴാണ് ദൈവശക്തി വ്യാപരിക്കുന്നത്. അവിടെ കർത്താവ് നേരിട്ടിറങ്ങി വരികയാണ്. ഈശോയുടെ ബൈബിളിലെ ഓരോ അത്ഭുതങ്ങളും പുതിയ നിയമത്തിൽ ദൈവം നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന പാർട്ടാണ് വലിയ ഇമ്പോർട്ടൻറ്റ് പാർട്ട്. നമ്മൾ ഇഗ്നോർ ചെയ്യുന്ന സംഭവങ്ങളില്ലേ, അതായത് ഇത് വലിയ കാര്യമൊന്നുമല്ല, നന്ദി പറയുന്ന എന്നാ ഉണ്ട്, ചെറിയ കാര്യം. അതാണ് ബൈബിളിൽ പുതിയ നിയമത്തിൽ ഏറ്റവും വലിയ സംഭവം. നമ്മൾ ഓർക്കുന്നതുകൊണ്ട് വലിയ നമ്മുടെ മനസ്സിരിക്കുന്നതെന്നറിയാം. നമ്മളാണ്ട് തപസ്സിരുന്ന് ഏതോ ഒരു മല ചവിട്ടി കയറി അവിടെ ഇങ്ങനെ ഒരു 10-21 ദിവസം ഇങ്ങനെ ധ്യാനം കൂടി ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ദൈവം ഇറങ്ങി വരുന്നു. ആ സംഭവം അതാണ് പഴയ നിയമത്തിൽ കാണുന്നത്. പുതിയ നിയമത്തിൽ ദൈവം മനുഷ്യന്റെ ജീവിതത്തിലെ മനുഷ്യൻ ഇഗ്നോർ ചെയ്യുന്ന ഈ സിമ്പിൾ കാര്യത്തിനകത്താണ് ഏറ്റവും വലിയ സംഭവം ഇരിക്കുന്നത് എന്നുള്ള കാര്യത്തെ തുറന്നു കാണിക്കുക. അതുകൊണ്ട് ഈശോ നിനക്കെൻ്റെ കൃപ മതി, ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായും നിന്നിൽ പ്രകടമാകുന്നത്. എല്ലാം എൻ്റെ കൃപയാല. അപ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. ആ ശൂന്യതയ്ക്ക് നടുവിലേക്ക് ദൈവത്തിൻ്റെ അനന്തമായ കൃപ ആ വ്യക്തിയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഞാനിത് പറയുമ്പോൾ സന്തോഷം എന്ന് പറഞ്ഞൊരു മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ അപരിമേയമായ കൃപ നിറയപ്പെടുന്ന കർത്താവ് കാണിക്കുന്നു. ഒരു ജിതിൻ്റെ കർത്താവ് ഇപ്പോൾ തന്നെ ദൈവകൃപയാൽ നിറയ്ക്കുന്നത് കർത്താവ് കാണിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയുന്നില്ല 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ
10-ാം അധ്യായത്തിന് 15-ാം വാക്യം, ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്. ഞാൻ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാൽ. അപ്പം ആ ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ അപരിമേയമായ കൃപ നമ്മുടെ വിഷയങ്ങളിലേക്ക് വ്യാപരിക്കുകയാണ്. ഈശോ പറഞ്ഞു, ആളുകളെല്ലാം ഭക്ഷണത്തിനിരുത്തുവിൻ. ആ സ്ഥലത്ത് പുല്ല് തഴച്ചു വളർന്നിരുന്നു. 5000-ഓളം വരുന്ന പുരുഷന്മാർ അവിടെ ഇരുന്നു. അനന്തരം യേശു അപ്പം എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തു. അതുപോലെ തന്നെ മീനും വേണ്ടത്ര നൽകി. അവർ ഭക്ഷിച്ച് തൃപ്തരായപ്പോൾ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ മിച്ചമുള്ള കഷ്ണങ്ങളെല്ലാം ശേഖരിക്കുവിൻ. 5 ബാർലിയപ്പത്തിൽ നിന്ന് ജനങ്ങൾ ഭക്ഷിച്ചതിന് ശേഷം മിച്ചം വന്ന കഷ്ണങ്ങൾ 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. അവിടെ അത്ഭുതങ്ങളുടെ ജനങ്ങൾ മുഴുവൻ വലിയൊരു അത്ഭുതത്തെ കാണുകയാണ്. ആ അത്ഭുതത്തിന് ഉറവ എവിടെയാണ്? അത്ഭുതത്തിന് തുടക്കം ഒരു 5 അപ്പവും 2 മീനുമാണ്. അതുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അതെടുത്ത് കർത്താവ് നന്ദി പറയുകയാണ്. അപ്പം ഇന്ന് നമുക്കുള്ളതിനായി നമ്മൾ നന്ദി പറയുമ്പോൾ, അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ വിഷയത്തിനുള്ളിലേക്ക് ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. കുറേ വർഷങ്ങൾക്കും എൻ്റെ വൈഫിൻ്റെ പ്രോസസ്സ് നടക്കുന്ന സമയത്ത് അവളുടെ ഒരു പേപ്പർ, അവൾ മിഡിൽ ഈസ്റ്റ് വർക്ക് ചെയ്തു, അപ്പോൾ അവിടുന്ന് ഒരു പേപ്പർ പോകണമായിരുന്നു. അപ്പം ഇവളുടെ എക്സാം എല്ലാം ക്ലിയർ ചെയ്തു, അവരുടെ റെഫറൻസ് ലെറ്റർ പോകണം. അപ്പോൾ ഇവളവിടെ അല്ല. അപ്പം ഞങ്ങൾ നാട്ടിലുള്ള സമയമാണ്. അപ്പോൾ ഈ റെഫറൻസ് ലെറ്റർ കിട്ടാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് പേരെ സമീപിച്ചു. പലതരത്തിൽ അന്ന് അവളുടെ കൂടെ ഉണ്ടായിരുന്ന വർക്കിലുണ്ടായിരുന്ന ആൾക്കാരെല്ലാം അവിടെ വിട്ടു പോയി. പക്ഷേ കുറച്ച് പേരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ ചോദിച്ച സമയത്ത് അവർക്കൊക്കെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ മാറ്റി വിടുക. അപ്പം ഞങ്ങൾ കുറേ പ്രയർ ഗ്രൂപ്പുകളെ സമീപിച്ചു, പല പ്രയർ ഗ്രൂപ്പുകളെ സമീപിച്ചു. അപ്പം നമുക്കറിയാം മിഡിൽ ഈസ്റ്റിലൊക്കെ ഒരുപാട് നേഴ്സുമാർ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ പല പ്രയർ ഗ്രൂപ്പിൽ സമീപിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പ്രയർ ഗ്രൂപ്പുകാർക്കെല്ലാം ഇത് ഭയങ്കര ഒരു ഒരു റെഫറൻസ് ലെറ്റർ ഒരാളുടെ അവിടെ ഒരു ഹോസ്പിറ്റലിൽ പറഞ്ഞ് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്നൊരു കാര്യമാണ്. പക്ഷേ അവർ ഒരു തരത്തിലും അതിന് അനുകൂലമായിട്ട് അനുകൂലമായിട്ട് അവർ ഞങ്ങൾക്കൊരു സപ്പോർട്ട് തരുന്നത് ഒരു തരത്തിലും ആ പേപ്പർ മൂവ് ആകുന്നില്ല. അത് അവിടുന്ന് പോകുന്നില്ല. ഞങ്ങൾ തലകുത്തി മറിഞ്ഞ പല വ്യക്തികളെ കൊണ്ട് ചോദിപ്പിച്ചു, പല പ്രയർ ഗ്രൂപ്പ് വഴിയായിട്ട് ചോദിച്ചു, പല ആൾക്കാർ വഴിയായിട്ട് അതൊന്ന് മൂവ് ചെയ്യാൻ വേണ്ടി നോക്കി. ഒരു തരത്തിലും ആ സംഭവം നടക്കുന്നില്ല. അപ്പോൾ അവസാനം സമയം പോവുകയാണ്, മാസങ്ങൾ എടുക്കുകയാണ്, ഇത് അവിടുന്ന് പോകുന്നില്ല. അപ്പം ആ ഹോസ്പിറ്റലിൽ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒന്ന് ഫിലിപ്പീൻസ് ആൾക്കാരൊക്കെ ഉണ്ട്, പഴയ ജോലി ചെയ്തിട്ടുള്ള മലയാളികൾ കുറേ പേര് അവിടെ നിന്ന് വിട്ടു പോയായിരുന്നു. അപ്പം ഫിലിപ്പീൻസിൽ വന്നിട്ടുള്ളവരോടൊക്കെ പറഞ്ഞപ്പോൾ അവർക്കും ഒരു താല്പര്യമില്ല. കാരണം വേറൊരാൾക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എന്ത് കിട്ടാനാണ്. അപ്പം ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾക്ക് പൈസ ആവശ്യമാണ്, എന്ത് വേണം. പക്ഷെ ഒരു തരത്തിൽ ഈ പേപ്പർ മൂവ് ആകുന്നില്ല. അപ്പം അവസാനം ഞങ്ങൾ ഓർത്തത് ഇത് ഇനി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. ഈ പേപ്പർ അവിടുന്ന് പോയേ പറ്റത്തുള്ളൂ, ഇത് പോകാതെ മുമ്പോട്ട് ഒരു കാര്യം നടക്കത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഭയങ്കര നിരാശയായിപ്പോയി. കാരണം നമ്മൾ ഈ ധ്യാനവും പ്രാർത്ഥനയും ഒരുപാട് കാര്യങ്ങളൊക്കെ അവിടെ നടന്നിട്ട് നമ്മൾ ഈ പള്ളിയിലെ പ്രയർ ഗ്രൂപ്പുകളോടും അത് വിവിധ സഭാ സമൂഹങ്ങളിലെ പ്രയർ ഗ്രൂപ്പുകളോടൊക്കെ നിങ്ങളൊന്ന് ചെന്ന്, ഒത്തിരി പ്രയർ ഗ്രൂപ്പുകൾ മിഡിൽ ഈസ്റ്റിലുണ്ട്, നിങ്ങളൊന്ന് ഈ കാര്യത്തിനകത്ത് അവിടെ ഒന്ന് അവരോടൊന്ന് സംസാരിക്കാവോ, ഒന്ന് ഇടപെടാവോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒരാൾ തിരിഞ്ഞു നോക്കുന്നില്ല. ചില പ്രയർ ഗ്രൂപ്പ് ലീഡേഴ്സൊക്കെ വലിയ എമൗണ്ട് തുക ആവശ്യപ്പെടുന്നത്, ഭയങ്കര വലിയ എമൗണ്ട് തുകയൊക്കെ ആവശ്യപ്പെടുന്നു. അപ്പം അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ആ ഹൃദയം തകർന്നു. കർത്താവേ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ട്, ഇത്രയൊക്കെ ധ്യാനം കൂടിയിട്ട്, ഇത്രയൊക്കെ കാര്യങ്ങളായിട്ട് ഇങ്ങനൊരു കാര്യത്തിനകത്ത് ഇങ്ങനൊരു സ്റ്റക്കായി പോലെ, ഇങ്ങനൊരു അവസ്ഥ വന്നല്ലോ ദൈവമേ എന്നൊക്കെ ഓർത്തപ്പോൾ ഞാനന്ന് കോളേജ് പഠിപ്പിക്കുന്ന സമയം. അപ്പം ഞാനന്ന് ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരു ദിവസം രാവിലെ എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് ഈ ഒരു കാര്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ഞാൻ തന്നിട്ടുള്ളതിനായിട്ട് നീ ഒന്ന് നന്ദി പറയാൻ പറഞ്ഞു. നിനക്ക് ഞാൻ തന്നിട്ടുള്ളത് എന്താണോ അതിനായിട്ട് നീ ഒന്ന് നന്ദി പറയുക. അപ്പോൾ അന്ന് രാവിലെയാണ് ഞാനിങ്ങനെ ഒരു പേപ്പറിൽ ഇങ്ങനെ ബുക്കിൽ എഴുതി വെച്ചു, കർത്താവ് തന്നിട്ടുള്ള എക്സാം പാസ്സായി, അല്ലെങ്കിൽ നമുക്കിപ്പോൾ അന്ന് എന്താണോ ഉള്ളത് അതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചു. ദൈവം പണ്ട് പ്രവർത്തിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നിട്ട് ഇപ്പോൾ ഉള്ളതിനായിട്ടൊക്കെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കർത്താവ് ഇപ്പോൾ ഉള്ള ജോലിക്കായി നന്ദി, ഇപ്പോൾ ഉള്ള ഈ ഒരു നന്മകൾക്കായി നന്ദി, ആരോഗ്യത്തിനായി നന്ദി, ഇങ്ങനെ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം അന്ന് രാവിലെ വലിയൊരു അഭിഷേകം, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം അനുഭവിക്കാൻ ഇടയായി തീർന്നു. എന്നിട്ട് ഞാൻ പഠിപ്പിക്കാൻ വേണ്ടി കോളേജിൽ ചെന്ന് ക്ലാസ് എടുക്കും. ഞാൻ എല്ലാ ദിവസവും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രാർത്ഥനയോടെയാണ്. ഓക്കെ, അപ്പം അന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രാർത്ഥിച്ച് ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തു. എല്ലാം ഭംഗിയായിട്ട് അങ്ങനെ പോയി. ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ഒരു മുസ്ലിം പയ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് ചോദിച്ചു, സാറിന് രാവിലെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ ആരോ പറഞ്ഞു, സാറിന് എന്തോ ഒരു കാര്യമുണ്ട്, സാറിനോടൊന്ന് സംസാരിക്കണം. അപ്പം ഞാനോട് ഇവനിപ്പം കാരണം അവനെ അങ്ങനെ വലിയ പരിചയമൊന്നും എനിക്കില്ല.
അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, എടാ ഞാൻ വേറെ ഒന്നുമല്ല, ഞാനിങ്ങനെ വൈഫിൻ്റെ ഒരു കാര്യം എൻ്റെ മനസ്സിലങ്ങനെ തോന്നി അവനോടൊന്ന് ഷെയർ ചെയ്യാൻ. എൻ്റെ വൈഫിൻ്റെ ഒരു കാര്യത്തിനകത്ത് ഞാനിങ്ങനെ കുറേ നാളായിട്ട് അതിന് പുറകെ നടക്കുക, ഒരു തരത്തിലും അതിനകത്തൊരു മൂവ്മെൻറ്റ് നടക്കുന്നില്ല. ഇങ്ങനെ ഒരു രാജ്യത്ത് നിന്ന് സൗദിയിൽ നിന്ന് ഇങ്ങനെ ഒരു സംഭവം കിട്ടാൻ ഒരു തരത്തിലും ഇത് രക്ഷയില്ല എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ പ്രെയർ ഗ്രൂപ്പുകളെല്ലാം വിളിച്ചു നോക്കി, ആരും സഹായിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പം ഇവൻ പറഞ്ഞു, സാർ അത് ഒരു കാര്യം എനിക്ക് വിട്ടതാണ്, ഞാനത് റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പം ഇവനത് പറയുന്ന സമയത്ത് എനിക്ക് വലിയൊരു വിശ്വാസമൊന്നും ഇല്ല, അവൻ റെഡിയാക്കി തരുമെന്നൊന്നും വലിയ വിശ്വാസമില്ല. ഇവൻ അവിടെ എന്താ പറയുന്നത് 6 മണിക്കൂർ കൊണ്ട് ഈ സംഭവം ഞങ്ങൾക്ക് കിട്ടി, വെറും 6 മണിക്കൂർ കൊണ്ട്. അപ്പോൾ ഇവൻ്റെ ഒരു കസിൻ അവിടെ ഒരു ഡോക്ടറാണ്, അവരുടെ ഹോസ്പിറ്റലിൽ. ആ ഡോക്ടറിനെ വിളിച്ചു, ഡോക്ടർ വേറെ ഡോക്ടറോട് സംസാരിച്ചു. ആ ഡോക്ടർ വഴിയായിട്ട് ഈ സംഭവം അയർലൻഡിലേക്ക് അന്ന് വിത്തിൻ 6 hours അതെല്ലാം റെഡിയായി. അവർ തന്നെ അവിടുന്ന് പേപ്പറുകൾ, പിന്നെ അവിടുന്ന് പോകേണ്ട വേറെ 1-2 പേപ്പറുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഈ ഡോക്ടർമാർ തന്നെ പെട്ടെന്ന് ചെയ്തു. എന്നിട്ട് പറഞ്ഞു, 1 രൂപ പോലും സാറേ ഇതിനകത്ത് 1 രൂപ പോലും സാറ് തരികയും വേണ്ട, ഇതിനകത്ത് 1 രൂപ പോലും സാർ ഇതിനകത്ത് ഞങ്ങൾക്ക് വേണ്ട, ഒന്നും വേണ്ട, സാറ് പ്രാർത്ഥിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞു. അപ്പം അന്ന് 6 മണിക്കൂർ കൊണ്ട് ദൈവത്തിൻ്റെ വലിയൊരു ഇടപെടൽ ഇങ്ങനെ ഒരു വിഷയത്തിനകത്ത് സംഭവിച്ചു. അപ്പം ഞാനിത് പറയാൻ കാരണം, ഞാൻ എൻ്റെ മാനുഷിക രീതിയിൽ ലോകത്തുള്ള എല്ലാ പ്രെയർ ഗ്രൂപ്പിനെ പുറകെ നടന്ന് എല്ലാവരുടെയും കാലെ പിടിച്ച് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു തരാമെന്ന് ചോദിച്ചപ്പം പ്രെയർ ഗ്രൂപ്പിലെ, പ്രാർത്ഥനാ ഗ്രൂപ്പിലെ സുവിശേഷ പ്രഘോഷകർക്ക് ലക്ഷങ്ങൾ കൈക്കൂലി ചോദിച്ച അത്രയും ഭീകരമായ ഒരു അവസ്ഥ മുമ്പിൽ നിൽക്കുക. അപ്പോൾ നമ്മൾ മനസ്സ് തകർന്നു പോകും. ദൈവ പ്രാർത്ഥനക്കാർ പോലും ഇങ്ങനെയൊക്കെയാണല്ലോ ചെയ്യുന്നതെന്ന് ഓർത്ത് തകർന്നിരിക്കുന്ന ഒരു അവസ്ഥയിൽ കർത്താവ് ആവശ്യപ്പെട്ടൊരു കാര്യം, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ പ്രാർത്ഥിക്കാൻ ദൈവം ആവശ്യപ്പെട്ടപ്പോൾ ആ മോർണിംഗിൽ ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഈ മെസ്സേജ് അന്ന് കർത്താവ് അന്ന് അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ മഹത്വം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ അനുഭവിക്കാനിടയായി തീർന്നു. വിത്തിൻ 6 hours 6 മണിക്കൂർ കൊണ്ട് ദൈവത്തിൻ്റെ ഇടപെടൽ ആ വിഷയത്തിനകത്ത് നടക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന വിധത്തിലാകണമെന്നില്ല ദൈവത്തിന് ഇടപെടൽ. നമ്മൾ ചിലപ്പോൾ ഓർക്കും ഇന്ന വ്യക്തിയിൽ നിന്നാകാം, ഇന്ന പ്രെയർ ഗ്രൂപ്പിൽ നിന്നാകാം, ഇന്ന ആൾക്കാരിൽ നിന്നാകാം. ദൈവത്തിന് ആരെ ഉപയോഗിക്കാം, നമ്മൾക്കറിയാമല്ലോ ദൈവം ആരെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതെന്ന്. ഇവിടെ ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്ന എളിമപ്പെടുക. 1 Petrus 5:6-7 തിരുവചനം, നിങ്ങൾ ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ്റെ കീഴിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും. എന്നെ പ്രാർത്ഥന ഇതാണ്, നിങ്ങളുടെ സോഴ്സ് ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് ആകരുത്, നിങ്ങളുടെ സോഴ്സ് ഒരു വ്യക്തിയാകരുത്, നിങ്ങളുടെ സോഴ്സ് ഈശോയാണ്. നമ്മൾ സഭയോട് ഐക്യപ്പെട്ട് നിൽക്കണം, എളിമപ്പെട്ട് നിൽക്കണം, വിധേയപ്പെട്ട് നിൽക്കണം. പക്ഷേ നമ്മുടെ സോഴ്സ് ഈശോയാണ്. ഈശോ നമുക്ക് നൽകിയിട്ടുള്ളതിനായിട്ട് നമ്മൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുമ്പോൾ അവിടെ ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുവാനിടയായിത്തീരും. അത് ചെറുതും വലുതുമായ വിഷയങ്ങളിലേക്ക് ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ കടന്നു വരുവാൻ ഇടയായിത്തീരും. ഹല്ലേലൂയ. ഇതാണ് കേട്ടോ വചനം നമുക്ക് നൽകുന്ന വലിയൊരു വെളിച്ചം. ഇത് വേണമെങ്കിൽ എനിക്കിതൊന്നും പറയാതെ നിങ്ങളോട് പറയാം, ഞാൻ പ്രാർത്ഥിക്കാം, നിങ്ങൾ എൻ്റെ അടുക്കൽ വരിക. അങ്ങനെ ഒരു സംഭവം പുതിയ നിയമത്തിൽ നമ്മൾ കാണുന്നില്ല. പുതിയ നിയമം എന്നുള്ളത് പ്രസംഗിക്കേണ്ട ഒരേ ഒരു കാര്യം, ഈശോയിലേക്ക് ജനങ്ങളെ കൊണ്ടുവരിക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറഞ്ഞ് ഈശോയെ പ്രഘോഷിക്കുക, ഈശോയിലേക്ക് കൊണ്ടുവരിക. ഈശോ കുരിശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന സത്യത്തെ വിളിച്ചു പറയുക. ആ ഈശോയിൽ നിങ്ങൾക്ക് എല്ലാം ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തിൽ ജനങ്ങൾ തിരിച്ചറിയുക. ഇതാണ് സത്യം, പുതിയ നിയമം. ആ ഈശോ പറയുന്നത് എന്താ? ഈശോ നിങ്ങൾക്ക് ഇന്ന് തന്നിട്ടുള്ളത് എന്തോ അതിനായിട്ട് നിങ്ങൾ നന്ദി പറഞ്ഞാൽ മതി. ഈശോയുടെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്ന് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് നൽകും. പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്. ഹല്ലേലൂയ. യേശുവേ ആരാധന. ചിലപ്പോൾ നിങ്ങളുടെ പ്രതീക്ഷകളെല്ലാം പോയി കാണും, എല്ലാ പ്രതീക്ഷകളും അറ്റുപോയി കാണും. നിങ്ങൾ ഓർത്ത് നോക്കുക, അന്ന് രാവിലെ ഞാൻ എൻ്റെ കോളേജിൽ പഠിപ്പിക്കാൻ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ആരായിരിക്കും ആ മുസ്ലിം സഹോദരൻ്റെ ഉള്ളിൽ പ്രേരണ നൽകിയത്? ആരായിരിക്കും അത്? എല്ലാ ദിവസവും ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ ഒരിക്കൽ ഈ മനുഷ്യന് വേണ്ടി ഇദ്ദേഹത്തിൻ്റെ ഒരു നിയോഗത്തിന് വേണ്ടി അന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവിന് വലിയ അത്ഭുതങ്ങൾ ഈ മനുഷ്യൻ അനുഭവിച്ചതാണ്. അപ്പം എന്നോട് എപ്പോഴും ഈ പയ്യൻ പറയും, സാറെ പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഒരു അനുഭവം ഉണ്ടാകാറുണ്ട്, ഇങ്ങനെയൊക്കെ ദൈവം കാര്യങ്ങൾ ലൈഫിലൊക്കെ നടത്തിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു. ഓക്കെ. പക്ഷെ അന്ന് ആ ക്ലാസ് എടുക്കാൻ തുടങ്ങും. അന്ന് ഈ പയ്യൻ എൻ്റെ അടുത്തോട്ട് വന്നു, സാറേ എന്താ കാര്യം, എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു കാര്യം ആരോ പറയുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെന്ന് ഷെയർ ചെയ്ത് വിത്തിൻ 6 hours. അപ്പോൾ എൻ്റെ വൈഫിനോട് പറഞ്ഞാൽ അവൾക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം ഞങ്ങൾ മാസങ്ങൾ അതിൻ്റെ പുറകെ നടന്നതാണ്. ഞങ്ങൾ എത്രയോ ടൈം പോയെന്നറിയോ, എത്രയോ പ്രെയർ ഗ്രൂപ്പുകാരുടെ കാലെ പിടിച്ചെന്നറിയോ, എത്രയോ മനുഷ്യരെ വിളിച്ചെന്നറിയോ, എത്ര പള്ളിക്കാരെ വിളിച്ചെന്നറിയോ, എത്ര ആൾക്കാരെ വിളിച്ചു. ഒരൊറ്റ മനുഷ്യൻ സഹായിക്കാനില്ല, ഒരൊറ്റ ക്രിസ്ത്യാനി, ഒരുത്തൻ സഹായിച്ചില്ല. വിളിക്കാത്ത പ്രെയർ ഗ്രൂപ്പുകളില്ല. ഞാൻ പറഞ്ഞു അവരാരും മോശക്കാരാന്നുള്ളതല്ല,
അവരൊക്കെ നല്ല മനുഷ്യരാണ് കേട്ടോ. അവരെല്ലാം മോശമാണെന്നൊന്നുമല്ല പറയുന്നത്. അവരൊക്കെ ഒത്തിരി നല്ല മനുഷ്യർ. എന്തുകൊണ്ട് അവർക്ക് ആ ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ അതിൽ നടന്നില്ല, അതിനകത്തൊരു ബ്ലോക്ക്. ദൈവം ചില കാര്യങ്ങൾ അനുവദിക്കും. എന്തിനാണെന്നറിയോ? ദൈവത്തിന്റെ മഹത്വം ചില വിഷയത്തിൽ വെളിപ്പെടുത്താൻ. കർത്താവിന്റെ മഹത്വം, കർത്താവ് ഇത് ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് ഞാനാണത് ചെയ്തത് എന്ന് നമുക്ക് ബോധ്യം പറഞ്ഞു. അതിനുവേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ പറയാം, ഇത് എൻ്റെ കുറച്ച് പ്രയർ ഗ്രൂപ്പുകാരും ഞാൻ പ്രയർ ഫീൽഡിൽ നിൽക്കുന്ന കാരണം എൻ്റെ കുറച്ച് കഴിവ് കൊണ്ടാണ്, ഇൻവോൾവ്മെന്റ് കൊണ്ടാണ് ഇതെല്ലാം നടന്നതെന്നുള്ള ഒരു സംഭവം വേണ്ട ഇതിനകത്ത്. ഇത് കർത്താവ് നേരിട്ടാണ് ചെയ്തേക്കുന്നത്. കർത്താവിൻ്റെ ചില പ്രവൃത്തി കർത്താവ് നേരിട്ടാണ് ചെയ്യുന്നത്. അതാ നമുക്ക് ബോധ്യം കിട്ടാൻ വേണ്ടി ദൈവം ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ ദൈവം ക്രിയേറ്റ് ചെയ്യും. കാരണം പൂർണ്ണ മഹത്വം നമ്മൾ കർത്താവിന് കൊടുക്കണം. അപ്പം ഞങ്ങളുടെ ലൈഫ് ലോങ് ഞങ്ങൾക്ക് പറയാം, ഇത് കർത്താവ് പ്രവർത്തിച്ച് കർത്താവ് ഇടപെട്ട കാര്യങ്ങൾ, ഇങ്ങനെ നൂറുകണക്കിന് കാര്യങ്ങളുണ്ട്. ഇത് എൻ്റെ മനസ്സിൽ ഇന്ന് വന്നു. ഇന്ന് ഈവനിങ്ങിൽ ഈ കാര്യം ഇന്ന് സാക്ഷ്യം പറയണമെന്ന് ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞു. ഈ ഒരു സാക്ഷ്യം ഇന്ന് ലൈവിൽ വന്ന് പറയണമെന്ന് ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ട് ഞാൻ പറയുകയാണ്. ചിലപ്പോൾ ഇത് 1-2 ആൾക്കാർക്ക് വേണ്ടിയാകാം, ചിലപ്പം കുറച്ച് പേർക്ക് വേണ്ടിയാകാം. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത സാക്ഷ്യങ്ങൾ, ഇതുപോലെ കർത്താവ് ചെയ്ത കാര്യങ്ങൾ നിങ്ങളും പറയണം. നിങ്ങൾ പറയാതെ ഉള്ളിൽ ഒതുക്കി വെച്ചുകൊണ്ടിരിക്കരുത്. ദൈവം പ്രവർത്തിച്ച കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞു തുടങ്ങുമ്പോഴാണ് കൂടുതൽ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നൽകുന്നത്. പറഞ്ഞ എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല ദൈവമേ, അവിടുത്തെ കരങ്ങളിലേക്ക് കൂട്ടായ്മയിലുള്ള ഓരോ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ സാക്ഷ്യം പങ്കുവെക്കുന്ന സമയത്ത് അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ നടുവിലുണ്ടല്ലോ. ഈ മക്കളുടെ ഓരോ നിയോഗങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈശോ വീണ്ടും പറഞ്ഞു, നിങ്ങൾക്ക് എന്താണോ ഇല്ലാത്തത് അതിലേക്ക് നോക്കരുത്, ഉള്ളതിനായിട്ട് നന്ദി പറയുക. ദൈവത്തിന്റെ അത്ഭുതങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കുക. വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും. വലിയ അത്ഭുതങ്ങൾ ഈശോ ചെയ്യും. ചിന്തിച്ചിട്ടില്ലാത്ത വഴികൾ നിങ്ങളുടെ മുൻപിൽ ദൈവം തുറക്കും. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കാം. മിഡിൽ ഈസ്റ്റിലൊക്കെ ബിസിനസ് ചെയ്യുന്ന ചില വ്യക്തികളെ കർത്താവ് എടുത്തു കാണിക്കുന്നു. മിഡിൽ ഈസ്റ്റിൽ ബിസിനസ് ചെയ്യുന്ന ചില വ്യക്തികളെ കർത്താവ് എടുത്തു കാണിക്കും. നിങ്ങൾ പ്രതീക്ഷിച്ച വ്യക്തികൾ നിങ്ങളുടെ മുൻപിൽ വാതിലുകൾ അടച്ചു കളഞ്ഞു, എന്നാൽ പ്രതീക്ഷിക്കാത്ത സ്ഥലം നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെടുകയാണ്. യോസേപ്പ് പിതാവും മാതാവും ഈശോനെ ഒന്ന് പ്രസവിക്കാൻ വേണ്ടി പല വീടുകളുടെ വാതിലുകൾ മുട്ടി. ആരെങ്കിലും തുറന്നു കൊടുത്തോ? എന്താ അവര് തുറന്നു കൊടുക്കാതിരുന്നേ? ദൈവപുത്രനല്ലേ ദൈവപുത്രനെ പ്രസവിക്കാനല്ലേ? സർവശക്തനായ ദൈവത്തിന്റെ മുൻപിൽ വാതിലുകൾ അടയുകയാണ്. ചില വാതിലുകൾ അടയപ്പെട്ടു. ഇന്ന് യുദ്ധം നടക്കുന്ന ആ സ്ഥലങ്ങളിൽ പല വാതിലുകളും യേശുവിന് മുൻപിൽ അടയപ്പെട്ടതാണ്. അവസാനം ഒരു കാലിത്തൊഴുത്ത് തുറക്കപ്പെടുകയാണ്. അവിടെ ദൈവപുത്രനെ പരിശുദ്ധ പ്രസവിക്കുകയാണ്. ചിലപ്പോൾ ഇന്ന് ലൈഫിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പല വാതിലുകളും നിങ്ങളുടെ മുൻപിൽ അടയുമ്പോൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. എന്നാൽ ആ വാതിലിനകത്ത് ചിലപ്പോൾ ഒരു ചെറിയ വാതിലായിട്ട് നിങ്ങൾക്ക് തോന്നും. ഈശോനെ ജനിക്കുവാൻ ഒരു കാലിത്തൊഴുത്തായിരുന്നു. എന്നാൽ അവിടെ ഈശോ പറന്നു കഴിഞ്ഞ സമയത്ത് പൊന്നും മീറയും കുന്തിരിക്കവും ആ കാലഘട്ടത്തിൽ ഏറ്റവും വിലയേറിയ ഗിഫ്റ്റുകളുമായി രാജാക്കന്മാർ ആ സ്ഥലത്തേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി വഴികൾ ദൈവം തുറക്കും. നിങ്ങളുടെ മുൻപിൽ പലരും നിങ്ങൾ പ്രതീക്ഷിച്ച സ്ഥലത്തെ വാതിലുകൾ അടഞ്ഞു കിടക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് ദൈവം നിങ്ങൾക്ക് വേണ്ടി വാതിൽ തുറക്കുമായിരിക്കും. ആ വാതിൽ തുറക്കുമ്പോൾ, ആ വാതിലിലൂടെ നിങ്ങൾ മുമ്പോട്ട് പ്രവേശിക്കുമ്പോൾ, അവിടെ നിങ്ങളെ കാത്ത് ഒരുപാട് അനുഗ്രഹങ്ങളും നന്മകളും ഗിഫ്റ്റുകളും ദൈവം ഒരുക്കിയിട്ടുണ്ട്. ഇത് കുറെ പേർക്ക് വേണ്ടി ദൈവം ഒരു മെസ്സേജ് ഇപ്പം തരുന്നത് കേട്ടോ. നിങ്ങൾ മുൻപോട്ട് പോവുക, ധൈര്യമായിട്ട് മുൻപോട്ട് പോവുക. കർത്താവിന്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. യേശുവേ കരുണയായിരിക്കണം. ഹല്ലേലൂയ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഈശോ ജനിച്ച സമയത്തല്ലേ അന്നത്തെ ഏറ്റവും വിലപിടിപ്പുള്ള പൊന്നും മീറും കുന്തിരിക്കും ഒക്കെ ഗിഫ്റ്റായിട്ട് അവിടെ രാജാക്കന്മാർ കൊണ്ട് കൊടുക്കുകയാണ്. ദൈവത്തിന് വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിക്കുകയാണ് എന്ന് വിശ്വസിക്കുക. ദൈവത്തിൻ്റെ വലിയ അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്കും കടന്നു വരും. എളിമയോടുകൂടി പ്രാർത്ഥിക്കാം. ചിലപ്പോൾ സഹനങ്ങളുണ്ടായിരിക്കും. സഹനങ്ങളെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ളതിനായിട്ട് നിങ്ങൾ നന്ദി പറയുക. തന്ന നന്മകൾക്കായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ സഹനത്തെ മറികടക്കുവാനുള്ള വലിയ കരുണയും കൃപയും അഭിഷേകവും ദൈവം നിങ്ങളിലേക്ക് പകർന്നു തരും കേട്ടോ. കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ കരുണയായിരിക്കണമേ. ഓരോ മക്കളെ സമർപ്പിക്കുകയാണ്. കർത്താവിൻ്റെ കരുണയും കൃപയും അഭിഷേകവും ഇവരിൽ നിറയപ്പെടുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹൃദയത്തിൻ്റെ വ്യഥകളും വിഷമങ്ങളും ഒക്കെ അവിടുന്ന് അറിയുന്നല്ലോ കർത്താവെ. രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാനുള്ള ഓട്ടത്തിനിടയിൽ അവർ പലപ്പോഴും
പലപ്പോഴും കർത്താവെ തളർന്നു പോകുന്ന നിമിഷങ്ങളിൽ കർത്താവെ നീ സഹായമായി അവരുടെ കൂടെ ഉള്ളതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. ശക്തിപ്പെടുത്തണമേ, സഹായിക്കണമേ, വഴി നടത്തുമാറാകണമേ. ഈശോയുടെ സ്നേഹം കൂടുതൽ കൂടുതൽ അനുഭവിച്ചുകൊണ്ട് ജീവിതത്തിൽ മുൻപോട്ട് പോകാനുള്ള കരുത്ത് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു, സകല വിശുദ്ധരോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ കുരിശുബലിയുടെ അനന്ത യോഗ്യതയിൽ ഓരോ മക്കളും അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ അവിടുന്ന് കൃപ നൽകുമാറാകണമേ. അവിടുന്ന് ഞങ്ങളുടെ ഓരോ പ്രാർത്ഥനകളും കേട്ട് ഉത്തരം നൽകുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ, ആമേൻ. സോ ഗോഡ് ബ്ലെസ് യു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നൈറ്റ് ഡ്യൂട്ടിയാണ്, അപ്പോൾ അതിനുവേണ്ടി പോകണം. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എന്നെയും കുടുംബത്തെ ഓർക്കണമെന്ന് അപേക്ഷിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രയർ റിക്വസ്റ്റുകളൊക്കെ പോസ്റ്റ് ചെയ്തോ കേട്ടോ. അതിനുവേണ്ടിയൊക്കെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ അതെല്ലാം എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ. കർത്താവ് അത്ഭുതങ്ങൾ ചെയ്യും, ഉറപ്പായിട്ടും പ്രവർത്തിക്കും. നിരാശപ്പെടരുത്, ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ഗോഡ് ബ്ലസ്.